അമേരിക്കയ്ക്ക് ഇനി ഒരു രാജ്യത്തിന് മേലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷിയില്ല. അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ശക്തി തകർന്നിരിക്കുന്നു. അതായത് ഞങ്ങൾ അമേരിക്കയുടെ ശേഷി നശിപ്പിച്ചിരിക്കുന്നു. അമേരിക്ക തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പറയുന്നത് ഇറാനാണ്. ഇനി അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ഒരു അധീശത്വമുണ്ടല്ലോ, അത് വിലപ്പോവില്ലേ? പ്രിയൻ, ഈ വാർത്ത എവിടെ നിന്ന് കേട്ട്? ഇത് ഇന്ന് എല്ലാ ഇൻ്റർനാഷണൽ മീഡിയയിലും റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ടൈംസിലാണ് വായിച്ചത്. ഓക്കെ. വേറെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഇറാൻ പാകിസ്ഥാൻ വഴി ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇറാൻ. അതും ഈ പറഞ്ഞ പോലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയുള്ള ബ്ലോക്കേഡ് പിൻവലിക്കണം. അങ്ങനെ ഞങ്ങൾക്കെതിരെയുള്ള ബ്ലോക്കേഡ് പിൻവലിച്ചാൽ ഹോർമസ് കടലെടുക്ക് തുറന്നു തരും. പിന്നെ ന്യൂക്ലിയർ പദ്ധതി, ബോംബ് ഉണ്ടാക്കുന്ന പദ്ധതി, യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി, അതിനെ കുറിച്ചൊന്നും ഞങ്ങളോട് പറയാൻ പറ്റില്ല. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും സംസാരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇപ്പോൾ ഈ ഹോർമസ് കടലെടുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറാൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന എംബാർഗോ അല്ലെങ്കിൽ ബ്ലോക്കേഡ് കംപ്ലീറ്റ് മാറ്റണം എന്നാണ് ഇറാൻ പാകിസ്ഥാനിന് വഴി അമേരിക്കയിലേക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം. അതിന് മാർക്കോ റൂബോ, അയാളല്ലേ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അയാൾ പറഞ്ഞിരിക്കണം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഇടപാടും നമ്മുടെ ഡീലിനകത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ന് യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി അവസാനിപ്പിക്കണോ, എപ്പോഴാണോ നിങ്ങളുടെ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്നത്, ആ സമയം അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറും, നിങ്ങളുടെ പുറത്തുള്ള ബ്ലോക്കേഡും അവസാനിപ്പിക്കും. പക്ഷെ അതിനു മുമ്പ് ഈ ബ്ലോക്കേഡ് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇതിൽ കുറഞ്ഞ ഒരു ഇടപാടുമില്ല, ഇത് കൂടുതലില്ല കുറവുമില്ല. അതായത് നിങ്ങളുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി നടപ്പിലാക്കാതിരിക്കുക, നിങ്ങൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി റദ്ദാക്കുക, ആ സൗകര്യം, ആ ഫെസിലിറ്റീസ് അങ്ങനെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്യുക. അതിൽ കുറഞ്ഞിട്ടുള്ള വേറെ ഒരു ഇടപാടും ഞങ്ങളില്ല എന്നാണ് മാർക്കോ റൂബോ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡൻറ്റ് ട്രംപും ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സാമ്പത്തികമായിട്ട് തകർന്നു, ഇറാന് വേറെ വഴിയില്ല, അവർക്ക് യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി നിർത്തലാക്കണം, എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങളെ ഏൽപ്പിക്കണം, ഇത് കുറഞ്ഞ വേറെ ഒരു സ്കീമും ഞങ്ങളുടെ കയ്യിലില്ല, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവർക്ക് ഈ ഉപരോധം ഞങ്ങൾക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമേരിക്ക അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം റദ്ദാക്കുന്നതിൽ കുറഞ്ഞ ഒരു ഇടപാടിനും തൻ്റെ അനുമതി ഉണ്ടാവില്ല എന്ന് ട്രംപ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചർച്ചകളുടെയും പ്രധാന അടിസ്ഥാനമെന്ന് പറയുന്നത് ഇറാൻ്റെ അണ്വായുധ പരിപാടിയാണ്. അണ്വായുധ പരിപാടി ഇറാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവുന്ന അമേരിക്ക ഇപ്പോൾ ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ അവരുടെ യുദ്ധകാല സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ്, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വേറൊരു പ്രശ്നം, ഫ്രഞ്ച് പ്രസിഡൻറ്റ് മക്രോൺ ഇതുവരെ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്, ഇറാനെ പിന്തുണച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ അമേരിക്ക പറഞ്ഞതുപോലെ നിങ്ങളുടെ ആണവായുധ പരിപാടി നിങ്ങൾ റദ്ദാക്കണം, അവരാവശ്യപ്പെട്ടിരിക്കുന്ന പോലെ എൻറിച്ച്ഡ് യുറേനിയം നിങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറണം, അതല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഫ്രാൻസിലെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഫ്രാൻസൊക്കെ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ, എന്നാൽ വേണ്ടി വന്നാൽ ഇറാനെ സഹായിക്കാം എന്നുള്ള രീതിയിൽ ഒരു നിലപാടായിരുന്നു. അത് മാറി. ഇപ്പോൾ വേറൊരു പ്രശ്നമുള്ളത്, ബ്രിട്ടൻ രാജാവ് ചാൾസ് രാജാവും രാജ്ഞിയും അമേരിക്കയിലെ ഔദ്യോഗിക സന്ദർശനത്തിന് വന്നിരിക്കുകയാണ്.
ഈ ചർച്ച കഴിയുമ്പോഴത്തേക്കും ബ്രിട്ടൻ്റെ നയത്തിലും ബ്രിട്ടൻ്റെ സമീപനത്തിലും ഭയങ്കര വ്യത്യാസം പ്രതീക്ഷിക്കാം. ഒന്നാമത് സ്റ്റാർമർ ക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണോ, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ, അയാളെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറ്റണോ എന്നുള്ളതിനെ കുറിച്ച് ലിബറൽ പാർട്ടിയും അതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ ആരാണ് ശേഷി കൂടിയിട്ടുള്ളത്, ശേഷി കുറവ് ഉള്ളത് ആർക്കാണ്? അപ്പം എന്താ ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ അണ്വായുധ പരിപാടി റദ്ദാക്കണം, എൻറിച്ച്ഡ് യുറേനിയം നിങ്ങളുടെ കയ്യിലുള്ളത് അമേരിക്കയ്ക്ക് കൊടുക്കുക, എന്നാൽ മാത്രമേ ചർച്ച മുൻപോട്ട് പോവുള്ളൂ. അതെല്ലാം അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇറാൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇറാൻ യൂറോപ്പിലെല്ലാ രാജ്യങ്ങളിലും ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് സഹായം അഭ്യർത്ഥിച്ചിട്ട്. റഷ്യയിൽ പോയി, പിന്നെ അതിനടുത്ത് എന്താ പറയുക, ഉസ്ബെക്കിസ്ഥാനോ താജിക്കിസ്ഥാനോ അവിടെ ഇവിടെയൊക്കെ പോയി പരാതിയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ദെൻ വേറെ ഒന്നുള്ളത്, ഈ ഇറാൻ്റെ ഓയിൽ ഇൻഡസ്ട്രി, എണ്ണ വ്യവസായം മൊത്തം തകർന്നു, അമ്പാടെ തകർന്നിരിക്കുകയാണ്. അത് ഇനി ഇപ്പോൾ അവിടെ പെട്രോളും എന്താ പറയുക, ഇപ്പോൾ തൽക്കാലം ലഭ്യമാണ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഗ്യാസിലിൻ, അതായത് പെട്രോൾ, കാറിന് വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള പെട്രോൾ കിട്ടില്ല എന്ന് അമേരിക്കൻ ധനകാര്യ സെക്രട്ടറി സ്കോട്ട് ബെസൻ്റ്, ട്രഷറി സെക്രട്ടറി എന്നാണ് അവർ പറയണം, അയാൾ പറഞ്ഞിരിക്കണം. പിന്നെ വേറെ ഒന്നുള്ളത്, ഞാൻ ഇന്ന് ഭയങ്കര അതിശയിച്ചു, ഒരു ശക്തനായ ആൻറ്റി ട്രംപ് മീഡിയ എന്നറിയപ്പെടുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ CNN അയാൾക്കെതിരാണ്, ട്രംപിനെതിരാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കണം, ദശലക്ഷക്കണക്കിന് ഇറാനിയൻ പൗരന്മാർ തൊഴിലില്ലാതെ വലയുകയാണ് ഇപ്പോൾ. അവരുടെ റിഫൈനറി, ടെക്സ്റ്റൈൽസ്, പിന്നെ അതേപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻസ്, പത്രക്കാരുൾപ്പെടെ ഇവരൊക്കെ വഴിയാധാരമായി. അവരുടെ എല്ലാം ജോലി നഷ്ടപ്പെട്ടു. റിഫൈനറികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കാരണം റിഫൈനറികളിൽ കൊള്ളാമെന്നുള്ളതിൽ കൂടുതൽ ഓയിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് എവിടെ ഉൽപ്പാദിപ്പിക്കണോ എല്ലാം എന്താ പോയത്, തകർന്നതല്ലാതെ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, വിൽക്കാനുള്ള അനുമതി. അവരെയൊക്കെ പറഞ്ഞു വിട്ടു. റിഫൈനറിയിലുള്ള വർക്കേഴ്സിന് മുഴുവൻ പറഞ്ഞു വിട്ടു, ഇനി ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട്. ട്രക്ക് ഡ്രൈവേഴ്സിന് ജോലിയില്ല, പത്രക്കാർക്ക് ജോലിയില്ല, അവിടെ ഇൻ്റർനെറ്റ് ഇല്ല അവിടെ. അതെ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇറാന് പിന്നെ എന്താ മാറി? ഇറാനെ അങ്ങ് ശ്വാസം മുട്ടിക്കുക എല്ലാ മേഖലയിലും. ഇയാളാണെങ്കിൽ, പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. കുറച്ച് ദിവസം കഴിയിട്ട് ഇങ്ങനെ പോട്ടെ, അവർ തന്നെത്താൻ വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ സാർ? ഇത്രയും ദിവസമായില്ലേ, അടിച്ചു തകർത്തു, യുദ്ധത്തിലെല്ലാം ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറാന് വലിയതായിട്ട് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണ മുഴുവൻ ആൻറ്റി അമേരിക്കൻ വാർത്തകൾക്കല്ലേ പ്രാമുഖ്യം കൊടുക്കുള്ളൂ. ഇറാനിപ്പോൾ നഷ്ടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതുവരെയുള്ള യുദ്ധത്തിൽ എത്ര പേര് അമേരിക്കക്കാർ മരിച്ചു? സോൾജേഴ്സ് 12 പേരാ. ബാക്കി ഇറാൻ്റെ നേവി അവിടെ പോയി. ഇറാൻ്റെ യുദ്ധക്കപ്പലുകളൊന്നും കാണാനില്ലല്ലോ, ഇറാൻ്റെ മുങ്ങിക്കപ്പലുകളൊന്നും കാണാനില്ലല്ലോ. ഇറാൻ്റെ എയർഫോഴ്സ് എവിടെയാണ് ഇപ്പോൾ? അപ്പോൾ പറയാം, ഇല്ലല്ല ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടെന്ന്. ഡ്രോൺ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇത് വാർത്ത വായിക്കുമ്പോൾ തന്നെ അനലൈസ് ചെയ്യുകയും ചെയ്യണം. ഒരു ചാനലുണ്ട് മലയാളത്തിൽ, ആ ചാനലിൽ ലഷ്കർ എ തൈബയുടെ ചാനലാണ്, ഒരു ചങ്ങാതി പത്രവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അയാൾക്ക് എല്ലാവരോടും ദേഷ്യമായി. ലുക്സ് ലൈക്ക് എ കോൺസ്റ്റിപ്പേറ്റഡ് കോക്രോച്ചാണ് അയാൾ. എന്തൊരു ദേഷ്യം! അമേരിക്കയോടയക്ക് ദേഷ്യം, ഇസ്രായേലിനോടയക്ക് ദേഷ്യം, ഇന്ത്യയോട് ദേഷ്യം, എല്ലാം ഇറാനും പിന്നെ മറ്റേ ഇസ്ലാമിക് കൺട്രീസ് മാത്രമേ ലോകത്തിൽ നല്ല ഉള്ളതെന്നാണ് പറയുന്നത്. അങ്ങേരുടെ ഏറ്റവും വലിയ ഇത് പരിഷ്കാരം എന്ന് പറയുന്നത്, മൂപ്പര് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വരും, എന്നിട്ട് ഇരുന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എന്തിനായി മനുഷ്യൻ ഇങ്ങനെ ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കണം? അയക്കൊന്ന് ചിരിച്ചുകൂടെ? ഏതോ കോഴിക്കോട്ടുള്ളൊരു കാക്കയാണ്, പേരെനിക്കറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഇയാൾ ഇടയ്ക്ക് എന്നെ ആരെങ്കിലും വിളിച്ച് കാണിച്ചു, അതേ നിങ്ങളെ കൂട്ടുകാരൻ വന്നിരിപ്പുണ്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് മുഴുവനും ഏതെങ്കിലും ആരും കാണാത്ത വെബ്സൈറ്റോ അല്ലെങ്കിൽ ആ പോർട്ടലിലുള്ള വാർത്ത എടുത്തിട്ട് നമ്മൾ നെതന്യാഹുവിനെ ഓടിച്ചു, നെതന്യാഹു പിച്ചപാത്രമായിട്ട് ഗ്രീസിൽ പോയി, ഹംഗറി പോയി.
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെയുള്ള കോയന്മാർക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ, ഇറാൻ്റെ അടുത്ത് കളിക്കണം, സൂക്ഷിക്കണം, അവരാരാ മക്കളെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഇന്നിപ്പോൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അമേരിക്ക. ഇനി അതിന് ഈ ആണവ പദ്ധതികൾ ഇറാൻ നിർത്തിയിട്ടില്ലെങ്കിൽ ഇറാൻ്റെ കാര്യം അവർ തീർത്തു കൊടുക്കും അവർ.